ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ പൂരിയുടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കിട്ടുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിനകത്തോട്ട് 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത്, കുറച്ച് കറിവേപ്പില, അതേപോലെ ഒരു കുഞ്ഞ് തക്കാളി ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ പകുതി മതിയാവും. ഒരു ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ചേർക്കണം നിർബന്ധമില്ല. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഒരുപാട് മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതിയാവും. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 വിസിലിനൊന്ന് വേവിച്ചെടുത്താൽ മതി. ഈ 3 വിസിൽ വേണം, എന്നാലേ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ 3 വിസിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അഥവാ വെള്ളം കൂടുതലാണെങ്കിൽ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ അവിടെ തുറന്നിട്ടുണ്ട്. ഇതൊരുപാട് വെള്ളമൊന്നുമില്ല. ഇനി നമ്മൾ കാണുമ്പോൾ വെള്ളം പോലെ ഉണ്ടാകും. നമ്മളിതിനി ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലെ ഒരുപാട് അങ്ങ് ഉടക്കരുത്, ചെറിയ ചെറിയ പീസ് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉടക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇതിനകത്തോട്ടൊന്ന് വറവ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു വറ്റൽമുളകും ചേർത്തിട്ട് ഞാനിത് വറവിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. എന്നാലാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫേവറേറ്റ് കറിയാണ്, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെയും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.